ആരും കേക്കില്ല. ആയിക്കോട്ടെ. എന്തായാലും കാണണം കേട്ടോ. എന്താണ് ഹോളിഡേസിന് വന്ന് എന്തായാലും കാണണം. എനിക്ക് അന്ന് ഓണത്തിന് ഒരു കാര്യം പകുതി വെച്ച് നിർത്തിയിട്ടായിരുന്നു മുഴുവനായിരുന്നു. ഓണത്തിന് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പകുതി വെച്ച് വെച്ചിട്ടുണ്ട്, അതിനൊന്നും മുഴുവനാക്കണം. അതെന്താ? എന്താന്ന് ഓർമ്മയില്ല? ഓർമ്മയില്ലെങ്കിൽ വേണ്ട വിട്ടോളാ. ഐ ലവ് യു ടു. എന്താന്ന് ഓർമ്മയില്ല? അന്ന് എന്നോട് ഫീൽ വേണമെന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? മറന്നു. എനിക്ക് ഒരു വലിയ പാക്ക് ചോക്ലേറ്റ് കിട്ടി. എവിടുന്ന്? എന്റെ ബർത്ത്ഡേക്ക് എന്റെ ക്ലാസ്സിൽ 2 പിള്ളേര് തന്നതാ. പിന്നെന്താ കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ ഞാൻ 2ാമത് കോൾ വിളിച്ച് വെച്ചപ്പോ 8 മണി സമയത്ത് കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ഋഷി വിളിച്ചായിരുന്നോ? പിന്നെന്താ നോക്കാലോ പണ്ടത്തെ. അല്ല അതൊക്കെ ശരിക്കും നമുക്കത് ഷോക്കേസിൽ വെക്കണമായിരുന്നു. വെള്ള ലൈറ്റ്, ആ ഡാർക്ക് ബ്ലൂ ലൈറ്റ്. വേറെ പിന്നെന്താ പറയൂ. ഭാവി പരിപാടി എന്താ? എന്താണ് ഡിഗ്രി കഴിഞ്ഞാൽ പിജി? ഒന്നെങ്കിൽ പിജിക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിജി കഴിയുമ്പോ കല്യാണം കഴിക്കാം. ആണോ? ഞാനും വീണ്ടും പഠിക്കണം. തയ്യാറാവണ്ടേ ആ ടൈമിൽ കല്യാണം കഴിക്കണമെങ്കിൽ? എന്നാ വേണ്ട, പിജി ഒക്കെ കഴിഞ്ഞ് 10-29 കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിച്ചാൽ മതി. അയ്യോ, അത്ര വേണ്ട. എന്താ അത്ര മതി? നീ ഒരു ടൈം പീരീഡ് പറ. അപ്പത്തേക്കും എനിക്ക് എന്റെ കാര്യങ്ങൾ നമുക്ക് റെഡി ആവല്ലോ. നമുക്ക് പതുക്കെ കല്യാണം കഴിക്കാം. എന്തോ കല്യാണം കഴിച്ചു സദ്യ കല്യാണം കഴിക്കാം. എന്തിനാ പതിയെ കല്യാണം കഴിക്കുന്നത്? എന്തിനാ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് കാലിങ്ങനെ ലൈനടിച്ച് കല്യാണം. എന്തുവാ? കുറച്ച് കാലിങ്ങനെ ലവേഴ്സായി നടന്ന് കല്യാണം കഴിക്കാം. കുറച്ചു കാലം നമുക്ക് നല്ല ലവേഴ്സായി നടക്കാം. അത് ഞാൻ പറഞ്ഞ ഐഡിയ അല്ലേ? അത് എന്നോട് തന്നെ പറയുന്ന. അത് ഞാൻ എടുത്തപ്പോ തൽക്കാലം. പിന്നെന്താ അത് കല്യാണം കഴിച്ച് വീണ്ടുള്ള കുട്ടോളോ കല്യാണം കഴിഞ്ഞുള്ള കുഞ്ഞാവാണോ? നീ വേണ്ട ഏട്ടൻ പറയൂ. അതിപ്പോ എങ്ങനെ ഞാൻ പറയാം? നിനക്കിപ്പോ പഠിക്കാനെങ്കിൽ നീ പഠിക്കണം, ജോലി പഠിക്കാതിരിക്കൊന്നുമില്ല. അതില്ല, അത് ഒരു ഗ്യാപ്പ് വരില്ലോ. ഗ്യാപ്പ് എന്തിനാ വരുത്തണം? അത് കണ്ടിന്യൂ ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. പിന്നെന്താ പറയൂ. നമ്മള് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പിന്നാവില്ല. കാരണം അച്ഛമ്മയ്ക്കും അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ അച്ഛമ്മയ്ക്ക് ആദ്യമായിട്ട് പേരക്കുട്ടി അന്ന് പറഞ്ഞ കാര്യം ഓർക്കുണ്ടോ? ഒരു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. രാവിലെ കെട്ടുക, പിന്നെ ഓർക്കുന്നില്ല? എന്ത് രാവിലെ അത് കഴിഞ്ഞ അത് ഓർക്കുന്നില്ലേ? നമ്മൾ ആരുന്നേനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ എന്തായാലും റെഡിയാക്കാൻ കൊടുക്കണ്ട കേട്ടോ. എന്തുവാ? ഈശ്വരന്മാരെന്ന് പറഞ്ഞതാ. എന്തേ വേണ്ടേ?
ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ജനിക്കുമ്പോ ആദ്യം വയസ്സായിട്ടേക്കളെ. എന്താ ഞാൻ പ്രഗ്നന്റ് ആയിട്ടേ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യില്ലേ, ആ കാര്യം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്തിരുന്നു. ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരൊക്കെ കാണില്ലേ എന്താ വിചാരിക്കുക. ചുണ്ട് ഓർമ്മ വന്നിട്ട് ചെയ്യാട്ടോ മേലെന്ന് കണ്ടിട്ട്. കൺട്രോൾ പോണ്ടോ? അത്ര പെട്ടെന്ന് കൂടിയാന്ന് എനിക്ക് അറിയാവുന്ന കാര്യല്ലേ. കുറച്ച് ലിറ്റിൽ ബിറ്റ് ഇല്ലല്ലോ, കുറച്ച് കൂട്ടുണ്ട് അത്രേ ഉള്ളൂ. നീ എന്നെ മാറോട് ചേർന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തൊരു ആശ്വാസം കിട്ടി അറിയാം. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഫീലിംഗ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അന്ന് ഉച്ചയ്ക്ക് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കിടന്നത്, നീ എന്നെ വിടാതെ, നീ അങ്ങനെ ആദ്യമായിട്ടാണ് നീ എന്നെ വിടാണ്ട്. എത്ര നേരം വിട്ട് പോണ വഴിക്ക് ഞാൻ അവിടെ വൈക്കുകയും മൊബൈലും വീടും തലയില്. മൊബൈൽ ശരിയായോ? മൊബൈൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. പിന്നെന്താ ഫേസ്ബുക്കിൽ കയറിയോ? ഇല്ലല്ലോ, കേറിയിട്ടില്ല. ഇല്ലടാ, കേറിയിട്ടില്ല. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേറി നോക്കൂ. നോക്കാം, ഇപ്പൊ തന്നെ നോക്കാം. അതായത് ഞാനിപ്പോ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകും, നോക്കാം. ഞാനിപ്പോ എന്റെ ഫ്രണ്ട് വിളിക്കുന്നത് ക്ലാസ് ഇൻഫർമേഷൻ അറിയില്ല. അപ്പൊ ഞാൻ അവിടെ വിളിച്ചിട്ട് വിളിക്കാൻ പറ്റാണ്. എനിക്ക് വിളിക്കാവേ. ആയിക്കോട്ടെ.